ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 50 ദിവസത്തോളം ആകുന്നു. ഇനിയും ഇവിടെ എന്ത് നടന്നാൽ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കും? ഇവിടെ എന്ത് നടന്നാൽ ഈ യുദ്ധം ആര് ജയിക്കും? വളരെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഇത് ആരും അവസാനിപ്പിക്കുന്ന ലക്ഷണമൊന്നും അടുത്ത ഇടയ്ക്കൊന്നും കാണുന്നില്ല. എന്നാൽ ഇവിടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തപ്പെട്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നുള്ള പേരിൽ അറിയപ്പെട്ട ഈ ഓപ്പറേഷൻ ഇറാന് മേൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആ സംയുക്തമായ ആക്രമണം ഫെബ്രുവരി മാസം 28 2026 ആണ്ടിൽ നടന്നിട്ട് 50 ദിവസത്തോളം ആകുന്ന ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ആദ്യത്തെ 72 മണിക്കൂറിൽ തന്നെ ഏകദേശം 1700 ടാർഗറ്റുകളാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ തകർത്തത്. ഇറാന്റെ സുപ്രീം നേതാവ് ഉൾപ്പെടെയുള്ള അനേക സൈനിക മേധാവികളും അനേക നേതാക്കന്മാരും ഇതിനോടകം മരണപ്പെട്ടു എന്നുള്ളത് യുദ്ധവാർത്തയായി നമ്മൾ കണ്ടതാണ്. അനേകം കെട്ടിടങ്ങൾ, അനേക വിമാനത്താവളങ്ങൾ, അതുമാത്രമല്ല അനേക കപ്പലുകൾ, വിവിധ മേഖലകളിൽ നിന്നും ഇറാന് നഷ്ടങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. ദശാബ്ദങ്ങളായി അമേരിക്കൻ പ്രസിഡന്റുമാർ ആരും കാണിക്കാത്ത ധൈര്യത്തോടുകൂടിയാണ് പ്രസിഡന്റ് ട്രംപ് ഇപ്രകാരമുള്ള ഒരു മുൻകൈ എടുത്തതും ഇതുവരെയും ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതും. പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ലക്ഷ്യം കണ്ടുവോ എന്നുള്ളതാണ്. ഇത് എന്ന് അവസാനിപ്പിക്കും? ആര് ഇതിൻ്റെ ഏത് റിസൾട്ട് കണ്ടാൽ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് മറ്റുള്ളവർക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ സാധ്യമായി തീരും? 50 ദിവസം പിന്നിടുമ്പോഴും ആർക്കും ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജയിച്ചോ എന്ന് ചോദിച്ചാൽ ആര് ജയിച്ചു? ജയിച്ചു എങ്കിൽ എന്താണ് ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട റിസൾട്ട്? ഇറാൻ്റെ ശൗര്യം ഒട്ടും കെടുന്നില്ല. ഇറാൻ ഇപ്പോഴും ശക്തിയോടുകൂടെ തന്നെ തുടരുകയാണ്. ഹൊർമൂസ് പാതയുമൊക്കെ വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിലേക്ക് ഈ യുദ്ധം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഇറാന് സാധ്യമായി എന്നുള്ളത് തന്നെ ഇറാൻ്റെ ശക്തിയെയും തിരിച്ചടിക്കുവാനുള്ള അവരുടെ ആ പ്രഹരശേഷിയെയും കാണിക്കുന്ന കാര്യം തന്നെയാണ്. ഇറാനിലെ ഒരു വലിയ വിഭാഗം ജനം ആഗ്രഹിച്ച ഒരു ആക്രമണവുമായിരുന്നു ഇത്. 1979 ഫെബ്രുവരി മാസത്തിലാണ് അവിടെ അത്രയും നാൾ ആ ഇറാൻ എന്ന് പറയുന്ന ആ ദേശത്തെ വാണിരുന്ന ഷാ ഭരണം അവസാനിപ്പിച്ച്, വളരെ ക്രൂരമായ ഷാ ഭരണം, ഷാ യുഗം എന്ന് പറയുന്നത് തന്നെ വളരെ ക്രൂരമായിരുന്നു. ഇറാനെ സംബന്ധിച്ച് അത് അവിടുത്തെ ജനങ്ങൾ ഓർക്കുവാൻ ആഗ്രഹിച്ചതല്ല. എന്നാൽ 1979 ഫെബ്രുവരി മാസം ഷാ യുഗം അവസാനിപ്പിക്കുന്നതോടുകൂടെ പുതിയ ഒരു ഭരണകൂടം, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ഓർഡർ അവിടെ നിലവിൽ വരികയുണ്ടായി. ജനം മുഴുവനും തെരുവിലേക്കിറങ്ങി ആഘോഷമായിരുന്നു. അവർ സന്തോഷത്തോടുകൂടെ നൃത്തം ചെയ്യുന്ന കാഴ്ചയായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. എന്നാൽ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൻ്റെ ഭരണം, അല്ലെങ്കിൽ ആ ഒരു ഭരണക്രമം എന്ന് പറയുന്നത് വീണ്ടും പിന്നോട്ട് കൊണ്ടുപോയി എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുവാൻ ഇടയായി. അതൊരു റിപ്പബ്ലിക് രാജ്യം എന്നുള്ളതിനേക്കാൾ ഉപരി, അതൊരു ഡെമോക്രാറ്റിക് രാജ്യം എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാക്കുവാൻ ജനങ്ങൾക്ക് ഒരല്പം കൂടെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. അത് പിന്നീട് ഒരു കലാപങ്ങളുടെ നാടായി. കൂട്ടക്കൊലകൾ അവിടെ നടക്കുവാനായിട്ട് തുടങ്ങി. പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ അവിടെ ഇല്ലാത്ത അവസ്ഥയായി. പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവനും കൊന്നൊടുക്കുന്ന ഒരു ഭരണക്രമം, ഇസ്ലാമിക് ഭരണക്രമം ഇറാനിൽ വന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 1979 മുതൽ ഇറാനിലെ ജനം നേരിടുന്ന കഷ്ടതകൾ ഏതൊക്കെയാണെന്ന് 2026 ഫെബ്രുവരി മാസം 28 ജനങ്ങളുടെ സന്തോഷത്തിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല രാജ്യങ്ങളിലും അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായിട്ടുള്ള യുദ്ധങ്ങൾ, കലാപങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി അവർ പുറകിൽ നിന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ലെബനൻ, സിറിയ, ഇറാഖ്, തുർക്കി അങ്ങനെയുള്ള രാജ്യങ്ങൾ മാത്രമല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളായ എത്യോപ്യയിലും സുഡാനിലുമൊക്കെ നടക്കുന്ന വർഗീയ കലാപങ്ങളുടെ പുറകിൽ, പലസ്തീനിലെ കലാപങ്ങളുടെ പുറകിലുമൊക്കെ ഇറാൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇറാൻ്റെ ഫണ്ടിങ്, ഇറാൻ്റെ സപ്ലൈ, ഇതൊക്കെയും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ എന്ന് പറയുന്നത് ലിറ്റിൽ സൈറ്റനാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പിശാച് തന്നെയാണ്. അതേസമയം ദി ഗ്രേറ്റ് സൈറ്റൻ എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണെന്ന് ഇറാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥമായും ട്രംപും ഇസ്രയേലും ഒക്കെ വിചാരിച്ചത് അയത്തുള്ള ഖൊമേനിയുടെ മരണത്തോടുകൂടെ ഇറാൻ പരിപൂർണമായും സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നും ഇറാനിലെ പ്രതിപക്ഷം അവിടെയുള്ള സൈന്യവുമായി ഒരുമിച്ച് ചേർന്ന് പുതിയ സർക്കാർ ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല നടന്നത്. ഇറാനിലെ IRGC അഥവാ ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ്സ് എന്ന് പറയുന്ന ആ ഒരു സൈനിക സംഘടന ഇറാനിലെ ഭരണകൂടത്തോടുകൂടെ ചേർന്ന് നിന്ന് അധികം ശക്തിയോടുകൂടെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മറ്റ് രാജ്യങ്ങൾക്കുമെതിരെ പൊരുതി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അമേരിക്കയ്ക്ക് ദർശിക്കുവാൻ സാധ്യമായി തീർന്നത്. ഇറാനിലെ പ്രതിപക്ഷത്തിന് ഒരിക്കലും പൊങ്ങി വരുവാൻ സാധ്യമാവുകയില്ല.
അത് അവിടുത്തെ ഭരണപക്ഷത്തെ നിർമൂലമാക്കിയാൽ പോലും അവിടുത്തെ പ്രതിപക്ഷത്തിന് പൊങ്ങി വരുവാൻ സാധ്യമാകാത്ത രീതിയിൽ അവരുടെ കൊമ്പൊടിച്ചിട്ടിരിക്കുകയാണ് നാളുകളായി അവിടുത്തെ ഭരണകൂടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ നേതാവ് തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതീക്ഷയും. എന്നാൽ സംഭവിച്ചത് എങ്ങനെയാണ്? ട്രംപ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ട്രംപ് ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇനി ഒരാളെ തെരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തെ തന്നെ, അതായത് അയത്തുള്ള ഖൊമേനിയുടെ മകനെ തന്നെ ഇറാൻ തെരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം ഇതുവരെയും വെളിച്ചത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇറാൻ പരിപൂർണമായും ഒരു നേതൃത്വത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി അവിടുത്തെ ആ ഒരു സൈന്യവും കൂടെ നിൽക്കുന്നതോടുകൂടെ ഇറാനിലെ ഭരണപക്ഷം ഇപ്പോഴും ശക്തിയോടുകൂടെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ത് നടന്നാൽ ഈ ഒരു യുദ്ധം വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ആ ഒരു ഡിമാൻഡുകൾ പല പ്രാവശ്യം അത് മാറ്റിയതായി നമ്മൾ കാണുന്നുണ്ട്. വിജയത്തിൻ്റെ നിർവചനം ആദ്യം ട്രംപ് തുടങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു റെജീം, അവിടെ ഉണ്ടായിരുന്ന ആ ഇറാനിയൻ ഭരണകൂടം, അതിൻ്റെ പരിപൂർണമായിട്ടുള്ള തകർച്ചയും പുതിയ ഒരു ഭരണകൂടവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ അത് നടക്കുകയില്ല എന്ന് ഏകദേശം ഉറപ്പായി. പ്രതിപക്ഷം ഒരിക്കലും അവിടെ ശക്തി പ്രാപിക്കുകയില്ല എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്. അതിനുശേഷം വിജയത്തിൻ്റെ നിർവചനം മാറ്റിയതായി നമ്മൾ കാണുന്നുണ്ട്. ഇല്ല, ഇറാനിലെ ന്യൂക്ലിയർ വെപ്പൺ അത് ഒരിക്കലും ഇനിയും ഡെവലപ്പ് ചെയ്യാത്ത രീതിയിൽ ന്യൂക്ലിയർ പ്ലാന്റുകൾ മുഴുവനും നിർജ്ജീവമാക്കപ്പെടണം, അല്ലെങ്കിൽ വെപ്പണൈസേഷൻ നടക്കാത്ത രീതിയിൽ അവിടെ അങ്ങനെയുള്ള ന്യൂക്ലിയർ പരീക്ഷണങ്ങളും ഡെവലപ്മെൻറ്റും നടക്കരുതെന്ന് ട്രംപ് ഡിമാൻഡ് വെക്കുകയുണ്ടായി. എന്നാൽ ഇതൊക്കെ എത്രത്തോളം വിജയപ്രദമായി തീർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാനിലെ ജനങ്ങളെയും അമേരിക്കയെയും ഇസ്രയേലിനെയും ഒക്കെ കൂടുതൽ ശക്തിയോടുകൂടി എതിർക്കുന്ന ഒരു ഗവൺമെൻറ്റും ഒരു ലീഡർഷിപ്പും ഒരു സൈന്യത്തിൻ്റെ ആക്ടിവിറ്റിയുമാണ് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഹെർമൂസ് കടൽ ഉൾപ്പെടെയുള്ളത് വെച്ചുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ലോകരാജ്യങ്ങളുടെ മുൻപിൽ വിലപേശുകയാണ്. ശക്തിയോടുകൂടെ തിരിച്ചടിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ യഥാർത്ഥമായും ഈ യുദ്ധം എവിടെ അവസാനിക്കും, ഇവിടെ ആര് ജയിക്കും, ഇല്ലെങ്കിൽ ഇത് ജയിച്ചതായി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ആരിവിടെ സംതൃപ്തി അണയും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. ഇറാനിലെ പട്ടാളവും ഗവൺമെൻറ്റും പറയുന്നത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്, ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ഇവിടെ എപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. അത്രയ്ക്കും ശക്തിയോടുകൂടി എതിർത്ത് നിൽക്കുന്ന ഈ ഒരു കാലയളവിൽ എന്തായിരിക്കും ഈ രാജ്യങ്ങളുടെ മേലുള്ള ദൈവിക പദ്ധതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അനേക നാശനഷ്ടങ്ങൾ വന്നു, ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധ്യമായോ ചോദ്യത്തിൽ നിൽക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ വായിച്ച ഒരു ഉദ്ധരണം ഇങ്ങനെയാണ്: മെൻ പ്ലോട്ട് ആൻഡ് പ്ലാൻ, മനുഷ്യർ പദ്ധതിയിടുന്നു. മെൻ സ്ട്രാറ്റജൈസ് ആൻഡ് വാർ, മനുഷ്യർ തന്ത്രപ്രധാനമായും തീരുമാനങ്ങളെടുത്ത് യുദ്ധത്തിനൊരുങ്ങുന്നു. മെൻ സ്ട്രഗിൾ ടു സ്റ്റിയർ ദ കോഴ്സ് ഓഫ് ഇവൻറ്റ്സ്, എന്നാൽ അവസാനം സംഭവിക്കുന്നത് അതിനെ മാറ്റിവിടുന്നതിന് വേണ്ടി മനുഷ്യർ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇതാണ് ഇന്ന് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, എല്ലാവരും സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇത് എവിടെയെങ്കിലും ഈ വണ്ടി കൊണ്ടുവന്നൊന്ന് എത്തിക്കണം, ഈ യുദ്ധം എവിടെയെങ്കിലും കൊണ്ടുവന്നൊന്ന് അവസാനിപ്പിക്കണം. ഇതിനെ ഒന്ന് നിർത്തിയതിന് ശേഷം അമേരിക്കയുടെ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇറാൻ്റെ രീതിയിൽ, ഇസ്രയേലിൻ്റെ രീതിയിൽ. എന്നാൽ ഇവിടെ എന്താണ് ഒരു ഔട്ട്കം എന്നറിയാൻ വയ്യാതെ ലോകരാജ്യങ്ങൾ പദ്ധതിയിടുകയാണ്. അതെ, അവർ ഡിസ്കഷൻസ് നടത്തുകയാണ്, അവർ ട്രീറ്റുകളിൽ ഒപ്പിടുവാൻ അവർ തയ്യാറായി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഉൾപ്പെട്ടവരും അതിൻ്റെ അയൽപ്പക്കംകാരും ലോകരാജ്യത്തിലുള്ള എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ യുദ്ധം കൊണ്ട് കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുകയാണോ ചെയ്തത്? നമ്മുടെ ഈ ഭൂമി കൂടുതൽ സങ്കീർണവും അപകടകരവുമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഭാവിയിലേക്ക് യുദ്ധം നമ്മളെ കൊണ്ടുവന്നെത്തിച്ചോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ചോദിക്കുവാനുള്ളത്. എന്നാൽ ഇവിടെ മറന്നു പോകരുതാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് ബൈബിൾ പ്രവചനങ്ങളാണ്. ബൈബിൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇപ്പോഴത്തെ ഇറാനെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ്റെ തകർച്ച എന്ന് പറയുന്നത് അമേരിക്കയുടെ കൈകൊണ്ടോ ഇസ്രയേലിൻ്റെ കൈകൊണ്ടോ ആയിരിക്കുകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇവിടെ സംഭവിച്ചത് ഗോഗ് യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ശത്രുത അത് വർദ്ധിപ്പിക്കുന്ന ഒരു യുദ്ധം മാത്രമാണ്. എന്നാൽ ഇത് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു. എന്നാൽ ഇത് ഇവിടെ അവസാനിക്കും, ആരുടെയെങ്കിലും പരാജയത്തിൽ അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇവിടെ ആരും ഉടനടി പരാജയപ്പെടുവാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താൽക്കാലികമായ യുദ്ധശമനം ഇവിടെ ഉണ്ടാകുമായിരിക്കും, എങ്കിലും ആയുഷ്കാലം മുഴുവനും ഒരിക്കലും ഇനിയും ഒന്നു പോകാൻ മേലാത്ത രീതിയിലുള്ള ശത്രുക്കൾ ആയി പല രാജ്യങ്ങളും ഇവിടെ തീർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പദ്ധതി ഇവിടെ ജയിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തും ഈ ഭൂമിയിൽ ഇറങ്ങി വരുന്നതിന് വേണ്ടിയുള്ള സമയവും അതിൻ്റെ ലക്ഷണങ്ങളുമാണ് നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ സമയം ഒരു വചനം നമ്മൾ എടുത്ത് അതിൽ ആശ്വസിക്കുവാൻ ഉണ്ടെങ്കിൽ സങ്കീർത്തനം 33 സങ്കീർത്തനമാണ്. അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിങ്ങനെയാണ്: യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു. അവൻ തൻ്റെ വാസസ്ഥലത്ത് നിന്ന് സർവ്വഭൂവാസികളെയും നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങൾ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. ലോകരാജ്യങ്ങൾ നിരൂപിക്കുകയാണ്, ഇന്നത് അച്ചീവ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നേറുകയാണ്. എന്നാൽ ഒരു വലിയ ദൈവിക പദ്ധതി ഇതിൻ്റെ ഇടയിൽ നടക്കുവാനുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. അമേരിക്കയുടെ പദ്ധതിയോ ഇസ്രയേലിൻ്റെ പദ്ധതിയോ ഇറാൻ്റെ പദ്ധതിയോ ഈ ഭൂമിയുടെ നടക്കുകയില്ല. ഇവരൊക്കെയും യുദ്ധം ചെയ്താലും ഇവരുടെയൊക്കെയും ആലോചനയെ വ്യർത്ഥമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ഒരു പുതിയ പദ്ധതി ഈ ഭൂമിയുടെ മേൽ വെളിപ്പെടുവാനുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തു, ഈ ഭൂമിയുടെ പാപത്തെ തൻ്റെ സ്വന്തം ശരീരയാഗത്തിൽ വഹിച്ച യേശു ക്രിസ്തു ഈ ഭൂമിയുടെ മേൽ തൻ്റെ രാജ്യം സ്ഥാപിക്കും, തൻ്റെ ആധിപത്യം സ്ഥാപിക്കും എന്നുള്ള പദ്ധതിയാണ് ഈ ഭൂമിയുടെ മേൽ നടപ്പാക്കുവാനായി പോകുന്നത്. അതിനു മുമ്പ് ഈ ഭൂമിയിലായിരിക്കുന്ന നാം ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരവസരം നൽകുകയാണ്. യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരായി തീരുവാനുമുള്ള അവസരമാണ്. അത് വളരെ അസുലഭമായ വളരെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള യുദ്ധങ്ങളുടെ നടുവിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതേ ഒരു ശോഭനകരമായ നിത്യപ്രത്യാശാഭാവിയിൽ നമുക്കും ഒരു ഭാഗമുണ്ട്, ഒരു ഭാഗവാക്കുണ്ട് എന്നുള്ളത് അത് നമ്മുടെ ഉറപ്പാണ്, അത് നമ്മുടെ പ്രത്യാശയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.